ശ്രീ സജിമോൻ ആന്റണി, ഈ യുദ്ധം തുടങ്ങിയത് ഇസ്രയേലും അമേരിക്കയും ഒരുമിച്ചാണ്. പക്ഷേ ഈ 100 ദിവസത്തിനിടയിൽ പല ഘട്ടങ്ങളിൽ രണ്ട് രാഷ്ട്രങ്ങളും രണ്ട് വഴിക്കാണോ എന്ന് തോന്നിപ്പോകുന്ന സാഹചര്യങ്ങൾ പലതുണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഉണ്ടായിട്ടുള്ള ട്രംപിന്റെ ഭാഗത്തു നിന്ന് തന്നെയുള്ള പ്രതികരണം, ഭ്രാന്തൻ എന്ന നെതന്യാഹുവിനെ വിളിക്കേണ്ടി വന്നു എന്ന് സമ്മതിക്കേണ്ടി വന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മുൻപിൽ ട്രംപിന്. മാത്രവുമല്ല, താൻ ഇല്ലായിരുന്നുവെങ്കിൽ ജീവനോടെ ഉണ്ടാവില്ല നെതന്യാഹു, രക്ഷിച്ചത് താനാണ് എന്നൊരു അവകാശവാദവും ട്രംപ് ഉയർത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ അമേരിക്കയ്ക്ക് നേരെ വരെ മൊസാദിന്റെ ചാരക്കണ്ണുകളുണ്ട് എന്ന് വ്യക്തമാകുന്നു. ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ നീക്കം ഇസ്രയേൽ ആ രീതിയിൽ മനസ്സിലാക്കുന്നുണ്ട് ചാരപ്പണിയിലൂടെ എന്നതാണ് മനസ്സിലാക്കുന്നത്. ആ നിലയിൽ ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ ബന്ധം തീർത്തും വഷളാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ 100 ദിവസം എത്തിച്ചിട്ടുണ്ടോ? പരസ്പര വിശ്വാസം ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിൽ നഷ്ടമായിട്ടുണ്ടോ? അമേരിക്കയെ കുഴിയിൽ ചാടിച്ചത് യഥാർത്ഥത്തിൽ നെതന്യാഹു ആണോ? രേണുക, ഈ 100 ദിവസം പിന്നിടുന്ന ഇന്ന് നമ്മൾ പെട്ടെന്ന് ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് പറയാനുള്ളത്, വേൾഡ് കളക്റ്റീവ്ലി ഫെയിൽഡ്. അതാണ് ഫസ്റ്റ് സെന്റൻസ് എൻ്റെ മനസ്സിൽ വരുന്നത്. രണ്ടാമത്തേത്, ആക്ച്വലി അമേരിക്കയും ഇറാനും ഇതിനകത്ത് ഇസ്രായേൽ ഉൾപ്പെടെ, എക്സെപ്റ്റ് ഇസ്രായേൽ, ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളിലും ഒരു സേഫ് എക്സിറ്റ് ആണ് നോക്കുന്നത് എന്നുള്ളതാണ് ഈ രണ്ട് സെന്റൻസ് എനിക്ക് പറയാനുള്ളത്. ഇനി ഈ 100 ദിവസത്തിൽ ആരൊക്കെ എന്തൊക്കെ നേടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുദ്ധം ഒരിക്കലും ഒന്നും നേടുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഒന്നും കൂടെ ലോകത്തോട് ഉച്ചത്തിൽ വിളിച്ചു പറയുന്ന ഒരു യുദ്ധമാണ് നമ്മുടെ എല്ലാവരുടെയും മുന്നിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. 3800 തൊട്ട് 6000 പേര് കൊല്ലപ്പെട്ടു, ഇൻക്ലൂഡിങ് സം ചിൽഡ്രൻസ്. അമേരിക്കൻ ലൈഫ് ലോസ്റ്റ് ആയി. ഫ്യൂ എയർക്രാഫ്റ്റ് താഴെ പോയി. ന്യൂക്ലിയർ ബോംബ് എടുക്കാനാണ് പോയത്. ആ ന്യൂക്ലിയർ ബോംബ് സ്റ്റിൽ ദെയർ, മേ ബി ഡാമേജ്ഡ്, എന്നാലും അത് അവിടെ തന്നെ ഉണ്ട്. എന്നാൽ അതോടൊപ്പം നമ്മൾ വേറൊരു ബോംബും കൂടെ ഇൻവെന്റ് ചെയ്തു. അതാണ് ഹോർമുസ് ബോംബ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഇങ്ങനൊരു റിമോട്ട് യുദ്ധം വരുമ്പം ആ യുദ്ധത്തിന്റെ സൈഡ് ഇഫക്റ്റ് ആ രാജ്യത്തെയും അല്ലെ പോകുന്ന കൺട്രിയിലും മാത്രമായിരുന്നുവെങ്കിൽ ഇത് ലോകമാകമാനം ഒരുമിച്ച് അനുഭവിക്കുന്ന, അല്ലെങ്കിൽ ഇക്കണോമിക്കൽ നെഗറ്റിവിറ്റി ലോകത്തിൽ എല്ലാവർക്കും വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ യുദ്ധം കൊണ്ടുപോയി. വേൾഡ് ലീഡേഴ്സിന്റെ ഇടയിൽ ഒരു ട്രസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു ഡിപ്ലോമാറ്റിക് ട്രസ്റ്റ് ഉണ്ടായിരുന്നു. അത് ഒരു പരിധി വരെ ഇല്ലാതായി എന്ന് പറയാൻ പറ്റത്തില്ല, എന്ന സിഗ്നിഫിക്കൻ്റ്ലി അത് താഴേക്ക് വന്നു. പിന്നെ പറയാനുള്ളത്, ഈ പെട്രോളിന്റെ ഗ്യാസിന്റെ, അതായത് ഇന്ത്യയുടെ കാര്യം, അതായത് ഇന്ത്യയുടെ സൈഡിൽ നോക്കുവാണെങ്കിൽ അവർക്ക് ഒത്തിരി നഷ്ടമുണ്ട്. ഞാനിവിടെ ഇരുന്ന അമേരിക്കയിൽ നിന്ന് പറയുമ്പം ഞങ്ങൾക്കും അമേരിക്കൻ പൗരനും ഒത്തിരി നഷ്ടങ്ങളുണ്ട്. മുമ്പ് പറഞ്ഞ പാനലിസ്റ്റ് പറഞ്ഞോട് യോജിക്കുന്നു. ഏകദേശം 50% ഗ്യാസ് സിലിണ്ടർ പ്രൈസ് $2.30 കടന്നത് $4.5 തൊട്ട് $5 വരെയാണ് ഇന്ന്. അപ്പോൾ ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വീട്ടിൽ 3-4 വണ്ടി ഉണ്ടെങ്കിൽ $200 ഒരാഴ്ച നമുക്ക് ഗ്യാസിന് അഡീഷണൽ സ്പെൻഡ് ചെയ്യാൻ വരുന്നു. മെറ്റീരിയൽ കോസ്റ്റ് 2.2% ഇൻഫ്ലേഷൻ കടന്നത് ഇത് 4.6 വന്നു. അതൊക്കെ അമേരിക്കയിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ ഇന്ത്യയുടെ പെർസ്പെക്റ്റീവിൽ ഇൻഫ്ലേഷൻ 7 അല്ലെങ്കിൽ 8 എന്നൊക്കെ പറയുമ്പോൾ നോർമലാണ്. പക്ഷേ അമേരിക്കയിൽ എനിത്തിങ് അബൌട്ട് 2 അൺതിങ്കബിൾ ആണ്. അതൊരു വലിയൊരു ഫെയിലിയർ ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അത് 2.2 എന്നുള്ളത് അത് തിരിച്ച് 4.6 4.5 എന്നിലേക്ക് വരുന്നു. പിന്നെയുള്ളത്, ഒരാൾക്ക് ഇവിടെ ഒരു നേട്ടം വരുന്നുണ്ട്, അത് നമ്മൾ പറയാതെ പോകുന്ന, അല്ല മീഡിയ പോലും എന്താ പറയുന്നത്, നെഗറ്റീവായി പോകുന്ന ഒരു കാര്യം, പുടിൻ ഈസ് വിന്നിങ്, റഷ്യ ഈസ് വിന്നിങ് എന്ന് ഞാൻ പറയും. കാരണം അത് ബോധമില്ലാതെ അങ്ങ് പറയുന്നില്ല. കാരണം അമേരിക്കയുടെയും ലോകത്തിന്റെയും മൊത്തം ഗോള് അല്ലെങ്കിൽ കണ്ണുകൾ ഇറാൻ, അമേരിക്ക ഈ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പം ആരും അറിയാതെ റഷ്യ യുക്രൈൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. അതിനൊരു റീസണബിൾ ഇല്ലാതെ തുടങ്ങിയത് നമ്മൾ എല്ലാവരും ഒരുമിച്ച് പറഞ്ഞതാണ്, എല്ലാവരും ഒരുമിച്ച് എഗ്രി ചെയ്ത കാര്യമാണ്. അത് അൺനോട്ടീസ് ആയി പോകുന്നു, ഒന്ന്. രണ്ടാമത്തേത്, ഈ ക്രൂഡ് ഓയിലിന്റെയും മറ്റു പെട്രോളിയം ബൈ പ്രൊഡക്റ്റിന്റെയും ഒക്കെ വില കൂടുമ്പം അതിനൊരു ഡയറക്റ്റ് ബെനിഫിഷ്യറി ആയിട്ട് വരുന്നത് റഷ്യയുടെ ആണ് എന്ന് എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ വില കൂടുമ്പം അവര് പുറത്തോട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന വിലയ്ക്ക് നോർമലി അത് കിട്ടും. അപ്പൊ അവർക്ക് റീപ്ലനിഷ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുക്കുകയാണ്. ആ ഒരു പോയിന്റ് കൂടി ഇതിനകത്ത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം രേണുക മുമ്പേ പറഞ്ഞ ചോദ്യത്തിലേക്ക് ഞാൻ വരികയാണ്. ഇസ്രായേലും അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തിന് ഒരു വീഴ്ച ഉണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബ്സല്യൂട്ട്ലി നോട്ട്. എന്നാൽ ചില വാഗ്വാദങ്ങൾ, പലപ്പോഴും ട്രംപ് പറഞ്ഞ വേർഡുകളൊക്കെ അദ്ദേഹത്തിന്റെ ഒരു ശൈലിയുടെ ഒരു പാർട്ടാണ്. അപ്പൊ അദ്ദേഹത്തിന് ഒരാൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അദ്ദേഹം അത് എഫ് കൂട്ടിയോ അത് എന്താണെങ്കിലും അത് ഉള്ളതെന്ന് പറയും. അപ്പൊ ആ ഒരു ശൈലിയുടെ പാർട്ടാണ്. എന്നാൽ ഇതിന് തർക്കമില്ല, അമേരിക്കൻ ജനത ഈ യുദ്ധത്തെ നിരാകരിക്കുന്നു. ഏകദേശം തുടങ്ങിയ സമയത്ത് 55% ഉണ്ടെങ്കിൽ ആസ് വി സ്പീക്ക് നൗ 69%-ലധികം അമേരിക്കൻ ജനത ഈ യുദ്ധത്തിന് പോയ ട്രംപ് അഡ്മിനിസ്ട്രേഷനെ പഴിചാരുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ വാർ അല്ല, ദിസ് ഈസ് നോട്ട് അവർ വാർ.
then why are we there? എന്തുകൊണ്ടാണ് നമ്മൾ അവിടെ പോയിട്ട് ഇത് ചെയ്യുന്നത്? ഇതിന്റെ ആവശ്യം എന്താണ് എന്നുള്ളൊരു ചോദ്യം ചോദിക്കുകയും ഇപ്പൊ ഞാൻ തന്നെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറയുമ്പോൾ അത് ഇത്ര സുഖമുള്ള ഒരു പരിപാടിയല്ല. നമ്മൾ ഈ രാജ്യത്തെ സിറ്റിസൺ ആയിക്കൊണ്ട് ആ ഗവൺമെന്റിനെ ക്രിട്ടിസൈസ് ചെയ്യുക എന്ന് പറയുന്നത് ദീസ് ആർ ദ ഫാക്ട്. കാരണം മീഡിയയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ജോലി എന്ന് പറയുന്നത് സത്യം പറയുക എന്നുള്ളതാണ്, ഒരു ബാലൻസ് ആയിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. ആ ഒരു അർത്ഥത്തിലാണ് ഞാനിത് പറയുന്നത്. അപ്പൊ ട്രംപ് അഡ്മിനിസ്ട്രേഷന് നേരെ ഒത്തിരി കൈകൾ ചൂണ്ടപ്പെടുന്നുണ്ട് ലോക്കലി എന്നുള്ള കാര്യം. ഇത് ഇലക്ഷന് എന്ന് തുടങ്ങിയ കഴിഞ്ഞ 4 മാസമായിട്ട് എന്തൊക്കെ ബൈ ഇലക്ഷൻ അവിടേക്ക് അമേരിക്കയിൽ നടന്നിട്ടുണ്ടോ അവിടെയൊക്കെ ട്രംപ് അനുകൂലിച്ച പാർട്ടികൾക്ക് അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിന് വലിയ വൻ പരാജയം നേരിടേണ്ടി വരുന്നു. ഇനി വരാൻ പോകുന്ന നവംബറിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും സെനറ്റും സിഗ്നിഫിക്കന്റ്ലി ട്രംപ് അഡ്മിനിസ്ട്രേഷൻ നഷ്ടപ്പെടും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പോസ്റ്റ് നവംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെയിം ഡക്ക് ആയിരിക്കും. മീൻസ് ഇവിടെ ഒരു പോളിസി ഷിഫ്റ്റ് അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ എന്തുമാത്രം എക്സിക്യൂട്ടീവ് പവർ ഉണ്ട് എന്ന് പറഞ്ഞാലും 2-3 വിങ്ങുകളുടെ ഉണ്ട്. US സെനറ്റ്, US കോൺഗ്രസ്, സുപ്രീം കോർട്ട് ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് അതിനകത്ത്. അപ്പൊ ഇവിടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ വൈറ്റ് ഹൗസ്, സുപ്രീം കോർട്ട്, US സെനറ്റ്, US കോൺഗ്രസ് എല്ലാം ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ സൂപ്പർ മജോറിറ്റിയിൽ ഇരിക്കുന്ന സമയമാണ്. എന്നാൽ ഒരു തവണ നവംബർ ഇലക്ഷനിൽ ഒരു സിഗ്നിഫിക്കന്റ് ലോസ് ഉണ്ടായി, വൈറ്റ് ഹൗസ് ഇരുന്നു, അത് പോകത്തില്ല ഏതായാലും. പക്ഷേങ്കിൽ കോൺഗ്രസും സെനറ്റും നഷ്ടപ്പെടുകയാണെങ്കിൽ കാതലായ തീരുമാനങ്ങളൊന്നും ഈ അഡ്മിനിസ്ട്രേഷൻ എടുക്കാൻ പറ്റത്തില്ല. പിന്നെ 2 വർഷം കൂടി അഡീഷണൽ എങ്ങനെയെങ്കിലും തള്ളി ആ ടേം എൻഡ് ചെയ്യുക എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് വരേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നുണ്ട്. അതോടൊപ്പം ഇസ്രായേലും അമേരിക്കയുമായിട്ടുള്ള ബന്ധം ഒരിക്കലും നഷ്ടമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് വളരെയധികം എംബഡഡ് ആണ്. അത് ഒരു 1-2 ഡയലോഗ് കൊണ്ടോ അല്ലെ 1-2 ചെറിയ ഇഷ്യൂ കൊണ്ടോ ഒരു ബന്ധം പോകുന്ന ഒരു സിറ്റുവേഷൻ അല്ല. കാരണം മാറി വന്ന ഗവൺമെന്റുകൾ ഡെമോക്രാറ്റ് ആണെങ്കിലും റിപ്പബ്ലിക്കൻസ് ആണെങ്കിലും ഒരിക്കലും ഇസ്രായേലുമായിട്ട് തള്ളിപ്പറയുന്ന അല്ലെ എതിര് പറയുന്ന ഒരു പോളിസിയിലേക്ക് പോയിട്ടില്ല. എന്നാൽ ഒരു എന്താ പറഞ്ഞ മുമ്പേ പറഞ്ഞ പാനലിസ്റ്റ് പറഞ്ഞോട് ഞാൻ യോജിക്കുകയാണ്. അതായത് ഒബാമയുടെ സമയത്ത് ഈവൻ ഒരു പരിധി വരെ ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ ഫസ്റ്റ് ടൈമിലും അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റ് ഏതാണെങ്കിലും ആര് വൈറ്റ് ഹൗസിലായിരുന്നുവെങ്കിലും എപ്പോഴും ഇസ്രായേലുമായിട്ട് ഒരു ബന്ധമുണ്ടായിരുന്നു. എന്നാൽ അതിന്റെ ഒരു ടോട്ടൽ കൺട്രോൾ അമേരിക്കയിൽ ഉണ്ടായിരുന്നു. പക്ഷെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അറിഞ്ഞോ അറിയാതെയോ ഒരു കൈ കൊടുത്ത് ഡ്രാഗ് ചെയ്ത് ഒറിജിനൽ പോളിസിയിൽ എനിക്കറിയാൻ പറ്റുന്നത് ഇതാണ്. ഏകദേശം 5 ദിവസം അല്ലെ ഒരാഴ്ചയുടെ 2 ആഴ്ച കൊണ്ട് ഇത് വൈൻഡ് അപ്പ് ചെയ്ത് സുപ്രീം അവിടെയുള്ള മെജോറിറ്റി ഓഫ് ലീഡർഷിപ്പിനെ, ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പിനെ നശിപ്പിച്ചുകൊണ്ടിട്ട് പുതിയൊരു റെജീമിനെ കൊടുത്തുകൊണ്ട് ന്യൂക്ലിയർ ബോംബിന്റെ, അതായത് ഒബാമ അഡ്മിനിസ്ട്രേഷൻ 2013 ആ സമയത്ത് ഒരു നെഗോഷിയേഷൻ വെച്ചപ്പം അത് 8-10 വർഷം അതിനെ തള്ളിക്കളയുമായിരുന്നു ആ ഒരു ന്യൂക്ലിയർ ഇതിന്റെ ഒരു എൻറിച്ച്മെന്റ് പ്രോസസ്സിനെ. അത് അപ്പൊ അതിനെ ചർച്ചയിലൂടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രഷർ ടാക്ടിക്സിലൂടെ അടുത്ത 10-15 വർഷത്തേക്ക് തള്ളുക എന്നുള്ളതിന് പകരം ഇവര് ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഗോൾ എന്ന് പറഞ്ഞത് ഈ ഒരു മിലിറ്ററി മൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് 1 ആഴ്ച 2 ആഴ്ച 3 ആഴ്ച കൊണ്ട് അതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇറങ്ങി തിരിച്ച് അവിടെ നിന്ന് ഇപ്പോൾ ഒരു എക്സിറ്റ് അടിക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പം ഇന്റേണലി പറയുകയാണെങ്കിൽ ഇവിടെ അമേരിക്കൻ ജനത ഈ യുദ്ധത്തിനല്ല 70% ആൾ, വിച്ച് ഇസ് ഇൻക്ലൂഡിംഗ് മാഗ റിപ്പബ്ലിക്കൻസ് ആയ ടക്കർ കാൾസണും മേഗൻ ഗള്ളി ഉൾപ്പെടെയുള്ള ടോപ്പ് ലെയറിലുള്ള റിപ്പബ്ലിക്കൻസ് പോലും ട്രംപിനെ നിശ്ചിതമായി വിമർശിക്കുന്നുണ്ട്. ഇന്നലെ ഒരു വോട്ട് നടന്ന ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വോട്ടല്ല, സ്ലോലി അമേരിക്കയിലുള്ള സെനറ്റേഴ്സ്, റിപ്പബ്ലിക്കൻ സെനറ്റേഴ്സും ഈവൻ ട്രംപിന് എതിരെ സംസാരിക്കാനുള്ള ഒരു കറേജ് കാണുന്നുണ്ട്. അത് കഴിഞ്ഞ ഒരു 2-3 മാസം മുമ്പ് വരെ അത് വളരെ അൺലൈക്ലി ആയിരുന്നു. കാരണം ആരൊക്കെ ട്രംപിനെതിരെ സംസാരിച്ചു അവരൊക്കെ ഒരു സിഗ്നിഫിക്കന്റ് ലോസ് ഇലക്ഷനിൽ പോകുന്നതും അല്ലെങ്കിൽ അമേരിക്കൻ പൊളിറ്റിക്കൽ എറീനയിൽ നിന്ന് മാറി നിൽക്കുന്നതും അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് കണ്ടിരുന്നത്. എന്നാൽ അതിനൊരു ചേഞ്ച് വരുന്നുണ്ട് എന്നാണ് എനിക്ക് ഇവിടുന്ന് പറയാനുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.